ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻസ് ആണ് വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ റെക്കോർഡഡ് സെഷനിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ചോദ്യം, which is the HOMO of 1,3-butadiene? 1,3-butadiene ഹോമോ ഏതാണെന്നാണ്. ഹോമോ എന്ന് വെച്ചാൽ എന്താണ്? ഹയസ്റ്റ് occupied molecular orbital. ഹയസ്റ്റ് occupied molecular orbital ആണ് ഹോമോ എന്ന് പറയുന്നത്. അപ്പൊ 1,3-butadiene 4 കാർബൺ സിസ്റ്റം ആണ്. സോ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 4 ഓർബിറ്റൽസ് ഉണ്ട്. Psi1, Psi2, Psi3, Psi4. നമുക്ക് ഏറ്റവും ലോവർ നെയിം Psi1, അടുത്തത് Psi2, അടുത്തത് Psi3, അടുത്തത് Psi4. 1,3-butadiene ഇതാണ് നമ്മുടെ സിസ്റ്റം. മൊത്തം 2 പൈ ബോണ്ട് ഉണ്ട്. സോ 4 ഇലക്ട്രോൺസ്, 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ നമുക്ക് ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ വെച്ച്, സോ Psi1 രണ്ടെണ്ണം, Psi2 രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ ഇതില് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ 4 മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ 2 എണ്ണം മാത്രമാണ് ഒക്യുപ്പൈഡ്. ബാക്കി 2 എണ്ണം എംറ്റി ആണ്. Psi3 Psi4 എംറ്റി ആണ്. Psi1 Psi2 ആണ് ഒക്യുപ്പൈഡ്. അപ്പോൾ ആ Psi1 Psi2 ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? Psi2 ആണ്. സോ 1,3-butadiene ഹോമോ എന്ന് പറയുന്നത് Psi2 ആണ്. Psi2 ഇസ് ദ ഹോമോ. ഓക്കെ, അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു പെരിസൈക്ലിക്കിന്ന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത്, which is the LUMO of 135-hexatriene? 135-hexatriene LUMO എന്ന് വെച്ചാൽ എന്താണ്? ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. നമുക്ക് ആദ്യമേ 135-hexatriene ഒന്ന് വരയ്ക്കാം അല്ലെ. എന്താണ് ഈ 135-hexatriene? 6 കാർബൺ വേണം. 1 2 3 4. 1 2 3 4 5 6. 1ന്റെ അവിടെ ഒരു ഡബിൾ ബോണ്ട്. ഇത് 1 2 3 4 5 6. 1 3 3യുടെ അവിടെ ഒരെണ്ണം, 5ന്റെ. അപ്പൊ ഇതാണ് നമ്മുടെ 135-hexatriene. 6 മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട്. Psi1, Psi2, Psi3, Psi4, Psi5, Psi6. ഓക്കെ, Psi1, Psi2, Psi3, Psi4, Psi5, Psi6. ഇതിൽ എത്ര പൈ ബോണ്ട് ഉണ്ട്? 3 പൈ ബോണ്ട്സ് ഉണ്ട്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ എങ്ങനെ ഫില്ല് ചെയ്യാം? 1 2 3 4 5 6. സോ ഇവിടുത്തെ ഹോമോ എന്ന് പറയുന്നത്, ഹയസ്റ്റ് ഒക്യുപ്പൈഡ് എന്ന് പറയുന്നത് ഏതാണ്? Psi3 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലൂമോ, ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട് അൺഒക്യുപ്പൈഡ്? Psi6 അൺഒക്യുപ്പൈഡ് ആണ്. Psi5 അൺഒക്യുപ്പൈഡ് ആണ്. Psi4 അൺഒക്യുപ്പൈഡ് ആണ്. സോ ലോവസ്റ്റ് Psi4, Psi5, Psi6 എനർജി ഏറ്റവും കുറവ് Psi4 സോ Psi4 ഇസ് ദ ലൂമോ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഹോമോ ചോദിക്കാം, ലൂമോ ചോദിക്കാം. അപ്പൊ എന്താണ് ഹോമോ, എന്താണ് ലൂമോ എന്നൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which is the excited HOMO of 1,3-butadiene എന്നാണ് ചോദ്യം. 1,3-butadiene നമുക്കറിയാം, ഇതാണ് നമ്മളുടെ സിസ്റ്റം. 1 2 3 4 ഇതാണ് 1,3-butadiene എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? എക്സൈറ്റഡ് ഹോമോ ആണ് ചോദിച്ചിരിക്കുന്നത്. 4 കാർബൺ, സോ 4 ഓർബിറ്റൽസ് ഉണ്ട്. നോർമൽ കേസിൽ എന്താണ്? Psi1, Psi2, Psi3, Psi4. അപ്പൊ അവിടെ നമുക്ക് Psi1ന്റെ അവിടെ 2 എണ്ണം, Psi2ന്റെ അവിടെയും 2 എണ്ണം. പക്ഷെ ഇവിടെ എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ ഈ Psi2 നിന്ന് Psi3 ഇലക്ട്രോൺസ് ചാടിപ്പോകും. സോ
ഇനി അങ്ങോട്ട് നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതുമ്പോഴത്തേക്ക് Psi3യിലും എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. Psi3യിലും ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ 1 2 ഇങ്ങനെ വരും. ഓക്കെ, Psi4 Psi3 Psi2 Psi1. സോ ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റ് Psi3 ആണ് ഹോമോ, ഹയസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. സോ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എങ്കിൽ Psi2 ആണ് ഹോമോ. ബട്ട് എക്സൈറ്റഡ് എന്ന് പറഞ്ഞത് കൊണ്ട് Psi3 ആണ് ഹോമോ. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് നോഡ്സ് ഓഫ് ലൂമോ ഓഫ് 1,3-butadiene. ഓർക്കുക, ഒരു പെർട്ടിക്കുലർ ഓർബിറ്റൽ Psi-nന്റെ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് n-1 ആയിരിക്കും. ഇവിടെ പ്രത്യേകമായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 1,3-butadiene ലൂമോയുടെ നോട്ട്സ് ആണ്. നമുക്കറിയാം 1,3-butadiene Psi1 Psi1 Psi2 Psi3 Psi4 അല്ലെ? Psi1 Psi2 Psi3 Psi4. ഇതില് 1 2 ഇതാണ് ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ്. ഹോമോ Psi2 ആണ്, ലൂമോ Psi3 ആണ്. ലൂമോ എന്താണ്? Psi3 ആണ്. ലൂമോ എന്ന് പറയുന്നത് Psi3 ആണ്. സോ Psi3യില് എത്ര ആയിരിക്കും നോഡ്? 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം, ഇത് ഒരു ഫോറിൻ സിസ്റ്റം ആണ്. തന്നിരിക്കുന്ന കണ്ടീഷൻ തെർമൽ ആണ്. ഫോറിൻ സിസ്റ്റം തെർമൽ വന്നാൽ ഏത് റൊട്ടേഷൻ ആണ്? കോൺ റൊട്ടേറ്ററി ആണ്. കോൺ റൊട്ടേറ്ററി എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ്, ക്ലോക്കിലെ സൂചി പോലെ ഒരേ ദിശയിൽ. അപ്പൊ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം ഈ സിസ്റ്റം. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയി, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അതായത് ഒരു പൈ ബോണ്ട് പോവുകയും പകരം ഒരു പുതിയ സിഗ്മ ബോണ്ട് വരികയും ചെയ്തു. 2 പൈ ബോണ്ട് എന്നുള്ളത് ഒരു പൈ ബോണ്ടായി മാറുകയും പകരം ന്യൂ സിഗ്മ ബോണ്ട് ഉണ്ടാവുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ഹൈഡ്രജൻ, ഇവിടെ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് അത് ഹൈഡ്രജൻ ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെയാണ് നോക്കുന്നത്? അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. സോ അതിനെ നമ്മൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് അല്ലെ? രണ്ടും ഒരേ ദിശയിൽ. അപ്പം 2 ഹൈഡ്രജനും ഒരേ പൊസിഷനിൽ വന്ന് നിൽക്കും. ദാറ്റ് മീൻസ് സിസ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ ആ റൊട്ടേഷൻ ചെയ്യുന്നത് കൃത്യമായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് സ്റ്റീരിയോ കെമിസ്ട്രി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫോറിൻ സിസ്റ്റം തെർമൽ ആണെങ്കിൽ കോൺ റൊട്ടേറ്ററി, ഇനി ഫോറിൻ സിസ്റ്റം ഫോട്ടോകെമിക്കൽ ആണെങ്കിലോ? ഫോറിൻ സിസ്റ്റം ഫോട്ടോകെമിക്കൽ ആണെങ്കിൽ ഡിസ്റൊട്ടേറ്ററി. ഫോറിൻ സിസ്റ്റം തെർമൽ ആണെങ്കിൽ കോൺ റൊട്ടേറ്ററി, ഫോറിൻ സിസ്റ്റം ഫോട്ടോകെമിക്കൽ ആണെങ്കിൽ ഡിസ്റൊട്ടേറ്ററി. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്നത് ഒരു 246 ഒക്ടാട്രൈൻ ആണ്. 246 1 2 3 4 5 6 7 8 ഒക്ടാട്രൈൻ ആണ്. ഓക്കെ, അതൊക്കെ അവിടെ നിന്നോട്ടെ. നമുക്കിവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് ഇങ്ങനെ CH3 വരുമ്പോൾ അപ്പോഴേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, അകത്തേക്ക് എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. 2 CH3 പുറത്തേക്കാണ് തള്ളി നിൽക്കുന്നത്. സോ അകത്തേക്ക് ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ അണ്ടർസ്റ്റുഡ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഒരു എന്ത് തരം സിസ്റ്റം ആണ് എന്ന് നോക്കിക്കേ. ഇത് എന്ത് തരം സിസ്റ്റം ആണെന്ന് നോക്കിക്കേ. 3 പൈ ബോണ്ട് ഉണ്ട്. ഷിഫ്റ്റ് ഇങ്ങനെ 1 2 3. 4n+2 സിസ്റ്റം. ഉറപ്പാണല്ലോ, 4n+2 സിസ്റ്റം ആണ്. തെർമൽ കണ്ടീഷൻ ആണ്. 4n+2 തെർമൽ വന്നാൽ ഏതാണ്? ഡിസ് റൊട്ടേഷൻ ആണ്. 4n+2 തെർമൽ വന്നാൽ ഡിസ് റൊട്ടേഷൻ ആണ്. സോ നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് നോക്കാം.
ഒന്ന് ആ 4-5 ഡബിൾ ബോണ്ട് 5-6 പോകും. 6-7 2-7 പോകും. ഓക്കെ, നോക്കിക്കേ 3 പൈ ബോണ്ട് എന്നുള്ളത് ഇപ്പം 2 പൈ ബോണ്ടായി. നമുക്ക് കൃത്യമായിട്ട് ബോണ്ടുകളുടെ നമ്പർ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 5, 6, 7. 8ഉം 1ഉം സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. നോക്കിക്കേ 2-3 പൈ ബോണ്ട് 3-4 പോയി. ഓക്കെ ആണേ. 4-5 ഷിഫ്റ്റ് ചെയ്തപ്പം 5-6 പോയി. 6-7 അത് സിഗ്മ ബോണ്ടായി 2-7 നിന്നു. ഇനി നമുക്ക് CH3 ഇതിനെ റൊട്ടേറ്റ് ആണ് ചെയ്യിക്കേണ്ടത്. ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാണ്. ഡിസ്റൊട്ടേറ്ററി എന്ന് വെച്ചാൽ ഒന്ന് റൈറ്റിലോട്ടും ഒന്ന് ലെഫ്റ്റിലോട്ടും. ഓക്കെ, രണ്ടും ഒരേ സൈഡിലുള്ള സബ്സ്റ്റിറ്റ്യൂൻസിനെ എടുക്കാം. ഒന്ന്, അപ്പൊ ഞാൻ ഈ CH3 ഇങ്ങോട്ടും ഈ CH3 ഇങ്ങോട്ടും. ഓക്കെ, അപ്പൊ എന്താ, 2 CH3 ഒരുപോലെ മുകളിൽ വന്നു. ദാറ്റ് മീൻസ് 2 CH3 ഓൺ ദ സെയിം സൈഡ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ, 2 CH3 സെയിം സൈഡ് എന്ന് വെച്ചാൽ 2 ഹൈഡ്രജനും സെയിം സൈഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റ് നോക്കിക്കേ. നമുക്ക് എന്തായി കിട്ടിയത്? നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 2 മീഥൈൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഉള്ള ഒരു സൈക്ലോഹെക്സാൻ ഡൈൻ ആണ്. ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ് പ്രധാനം. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യാനൊക്കെ സാധിക്കുമായിരിക്കും. പക്ഷെ സ്റ്റീരിയോ കെമിസ്ട്രി അറിയാൻ ഈ റൊട്ടേഷൻ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് HNu ആണ് തന്നിരിക്കുന്നത്. എഗെയിൻ 4n+2 സിസ്റ്റം ആണ്. ഇവിടെ 2 CH3 ഒരു CH3 ഇങ്ങോട്ടേക്കും, അപ്പൊ ഇവിടെ അകത്തോട്ട് H, ഇവിടെ CH3 അകത്തോട്ടായപ്പം ഇവിടെ പുറത്തോട്ട് H. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. എഗെയിൻ ഇവിടെ 4n+2 സിസ്റ്റം HNu. 4n+2 HNu വന്നാൽ ഏതാണ് കണ്ടീഷൻ? 4n+2 HNu കോൺ റൊട്ടേറ്റർ. കോൺ റൊട്ടേറ്റർ. സോ അതാ ഇങ്ങനെ വരുന്നു. ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു. സോ ഞാൻ 1, 2 നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 1, 2, 3 എന്ന് കൊടുക്കുന്നത്. നോമൻക്ലേച്ചർ പോലെയല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6 ബോണ്ട് ഇടാം. 1, 2 2, 3 4, 5 then 1, 6. ഇനി നമുക്ക് ചെയ്യേണ്ടത് CH3 കോൺ റൊട്ടേറ്ററി. കോൺ റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോക്ക് വൈസ് 2 CH3 ഒരേ ദിശയിലേക്ക്. അപ്പൊ ഇവിടെയും CH3 സെയിം സൈഡിൽ വന്നു. CH3 അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിൽ ഈ CH3 രണ്ടും പുറത്തോട്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ 2 CH3 ഇങ്ങനെ ഒരേ സൈഡിലേക്കാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. നേരത്തെ തന്ന സിസ്റ്റത്തിൽ ഒരു CH3 ഇങ്ങോട്ടേക്കും ഒരു CH3 പുറത്തോട്ടും അല്ലെ, അങ്ങനെയായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ സെയിം സൈഡ് ആണ്, ലെഫ്റ്റിലോട്ട് തന്നെയാണ്. മറ്റേ ഞാൻ 6ാമത് തന്ന ചോദ്യത്തിനകത്ത് CH3 ഒരിടത്ത് ലെഫ്റ്റിലും ഈ കേസിൽ റൈറ്റിലുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തപ്പോഴും സിസ് വന്നത്. അവിടെ ഡിസ്റൊട്ടേറ്ററി ചെയ്തപ്പോഴും സിസ് വന്നത്. നിങ്ങൾ വിചാരിക്കരുത് രണ്ടിടത്തും എങ്ങനെ സിസ് വന്നു. അതിന്റെ ഓറിയന്റേഷൻ അനുസരിച്ചാണ്. ഇപ്പൊ ഇവിടെ 2 CH3 ഒരേ സൈഡിലാണ്. സോ ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ രണ്ടും എഗെയിൻ ഒരേ സൈഡിൽ വന്നു. കാരണം ഇവിടെ കോൺട്രൊട്ടേറ്ററി ചെയ്തു. നേരെ മറിച്ച് ഇവിടെ ഡിസ്റൊട്ടേറ്ററി ആയിരുന്നു ചെയ്തതെങ്കിലോ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് തിരിച്ചിങ്ങോട്ടേക്കും വന്നേനെ അല്ലെ. അതായത് നമുക്ക് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാം. റബ്ബ് ചെയ്ത് വരയ്ക്കാം. ക്ലാരിറ്റി വരും. ഓക്കെ, ഇൻ കേസ് ഡിസ്റൊട്ടേഷൻ എന്ന് പറയും. ഇപ്പൊ നമുക്ക് കോൺട്രൊട്ടേഷൻ ചെയ്തു. ഇങ്ങോട്ടും ഇതാണ് ഇങ്ങോട്ട് വരുന്നത്. കണ്ടോ, ഇത് പുറത്ത്, അതായത് ഇങ്ങനെ വരണം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ H മുകളിലും വരും, ഹൈഡ്രജൻ താഴെയും വരും. ഇപ്പൊ CH3 എടുക്കുകയാണെങ്കിലേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് പോയപ്പോൾ CH3 മുകളിലും H താഴെയും വന്നു. ഈ CH3 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ, അതായത് ഇവിടെ ഡിസ്റൊട്ടേഷൻ ആണ്, ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ H ആണ് മുകളിൽ വരുന്നത്. അപ്പൊ നമുക്ക്
ട്രാൻസ് കിട്ടും. ഇവിടെ ഡിസ്റൊട്ടേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ നേരെ മറിച്ച് തിരിച്ചുള്ള എന്താണ് കോൺറൊട്ടേഷൻ ആണ്. കോൺറൊട്ടേഷൻ ചെയ്തപ്പോൾ നോക്കിക്കേ, കോൺറൊട്ടേഷൻ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് രണ്ടും ഒരേപോലെ, രണ്ടും എന്ത് ചെയ്തു, CH3 പൊക്കത്തോട്ട് കയറി, CH3 പൊക്കത്തോട്ട് കയറി, അങ്ങനെ സിസ് വന്നു. ഇത് ചെയ്യുമ്പോൾ ആ ഓറിയന്റേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കുറെ പ്രോബ്ലംസ് നമുക്ക് വരാം. അപ്പൊ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പോവുക. ഈ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻസ് എഴുതി പഠിക്കുക. എന്നാൽ മാത്രമേ ഇതിന്റെ പ്രോഡക്റ്റ് പ്രഡിക്ഷൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നോക്കി നമ്മൾ ചെയ്യുകയല്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തി വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.